ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മൾ കിച്ചണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കിച്ചൺ സിങ്ക് എന്നുള്ളത്. ഈ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകുമെന്ന് വെച്ചാൽ മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആകുന്നുള്ളത്. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മെനക്കേടുമാണ്. അതിൽ വെള്ളം കോരിക്കളയണം, അല്ലെങ്കിൽ വല്ല കമ്പും എടുത്തുകൊണ്ടൊന്ന് കുത്തിയിട്ടൊക്കെയാണ് അതിന്റെ ഒരു ബ്ലോക്ക് മാറ്റി. എന്നാലും അത് താൽക്കാലികമാണ്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത സമയമാകുമ്പോൾ അത് വീണ്ടും അത് ബ്ലോക്ക് ആയിട്ട് തന്നെ കിടക്കുന്നുള്ളൂ. ഞാൻ കുറെ അനുഭവിച്ചതാണ്. അപ്പൊ അതിനിപ്പോ എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കണം, എന്തായാലും ഉപകാരപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്കൂൾ വിട്ട് നമ്മുടെയൊക്കെ മക്കൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, യൂണിഫോമിൽ മൊത്തം പേനമഷി ആയിരിക്കും. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ബുക്കിലാണോ എഴുതുന്നത് അതോ നിങ്ങളുടെ യൂണിഫോമിലാണോ എഴുതുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ച് വൈറ്റ് യൂണിഫോം ആണെങ്കിൽ പറയാൻ വേണ്ട, ശരിക്കും മഷിയാ. അതിന്റെ ആ പോക്കറ്റിന്റെ സൈഡിൽ പേനയുടെ ഇങ്ക് എല്ലാം വീണ് മഷിയാവും. അതിനുള്ള ഒരു സൊല്യൂഷനാണിത്. എല്ലാവർക്കും ചെയ്ത് നോക്കാം, എഫക്റ്റീവ് ആണ്. ഡെറ്റോൾ മാത്രം മതി അതിന്. നമ്മള് തുണി കഴുകുന്നതിന് മുമ്പ് ആ ഒരു മഷിയുള്ള ഭാഗത്തേക്ക് കുറച്ച് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുക. ആ മഷി എത്ര ഭാഗത്തുണ്ടോ അത്രയും ഭാഗം കവർ ചെയ്ത് ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ട് കൈവച്ച് തന്നെ ആ ഭാഗം ഒന്ന് നന്നായിട്ട് തിരുമിയെടുക്കുക. കുറച്ച് മഷിയൊക്കെ ആണെങ്കിൽ അന്നേരം തന്നെ പോകും. ഇതിപ്പോ ഞാൻ നന്നായിട്ട് കുത്തി വരച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്നാൽ തന്നെ പകുതി മുക്കാലോളം പോയിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ, നല്ല കട്ടിയുള്ള മഷിയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഡെറ്റോൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഇത് നമ്മൾ തുണി കഴുകാൻ നേരമാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകുമ്പോൾ പിന്നെ നോർമലായിട്ട് നമ്മുടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടെ കഴുകിയെടുക്കാം. 100% അതിന്റെ മഷി മുഴുവൻ പോവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം പേനമഷി ഇല്ലാത്ത യൂണിഫോം കാണത്തില്ല. മിക്ക കുട്ടികളുടെയും, ആൺപിള്ളേരാണെങ്കിൽ പറയാൻ വേണ്ട, എല്ലാ കുട്ടികളുടെ യൂണിഫോമിലും പേനയുടെ മഷി എന്തായാലും കാണും. ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മഷിയുടെ ഇത് മൊത്തം പോയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതൊന്ന് കമന്റ് ആയിട്ടും കൂടെ പറയണേ, നിങ്ങൾക്ക് ഇത് എഫക്റ്റീവ് ആയോ എന്നുള്ളത്. ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൺ സിങ്ക് വൃത്തിയാക്കുന്നതിന്റെ ഒരു ടിപ്പ് കാണിച്ചു തരാം. ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏതാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കാണെങ്കിൽ, ഞാൻ അങ്ങനെ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. ഷോപ്പിംഗ് മോളിൽ ചെന്നപ്പം അവിടെ ഇരിക്കുന്ന കണ്ട് ഞാനൊന്ന് വാങ്ങിയത്. ഒന്ന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടൊന്ന് യൂസ് ചെയ്ത സാധനമായത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹാർപ്പിക്കിന്റെ ലിക്വിഡ് നമ്മൾ ഇങ്ങനെയുള്ള ഈ സിങ്കുകളിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പാട് വീഴും. ആ ഒരു അബദ്ധം എനിക്ക് പണ്ട് പറ്റിയിട്ടുണ്ട് പഴയ വീട്ടിൽ വെച്ച്. പിന്നെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്യൂട്ടബിൾ ആണെന്നുള്ളത്. ഇങ്ങനെയുള്ള സിങ്കുകൾക്കും സ്യൂട്ടബിൾ ആണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഡ്രെയിൻ എക്സ്പേർട്ട് ഇതില് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇടേണ്ടത് കാണിച്ചു തരാം. നമുക്ക് ഇതിൽ നമ്മുടെ കിച്ചൺ സിങ്കിൽ മിക്കവാറും നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് കൊണ്ടായിരിക്കും ഇത് ബ്ലോക്ക് ആവുന്നത്. ഇത് ഇട്ടിട്ട് നമ്മൾ ഈ ഫുള്ള് ഈ ഒരു 50 ഗ്രാമിന്റെ പാക്കറ്റാണ്. ഈ 50 ഗ്രാമിന്റെ പാക്കറ്റ് ഇതിൽ ഇട്ട് കൊടുക്കണം. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഫുള്ളായിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ ഇതാ നമ്മൾ ആ പൊടി ഇട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് ഡ്രെയിൻ ആയി പൊയ്ക്കോളും. പക്ഷെ ഇതിനൊരു നല്ലൊരു കുത്തുന്ന ഒരു സ്മെല്ലുണ്ട് ഒരുപാട്. അതുകൊണ്ട് നമ്മളത് വലിച്ചെടുക്കരുത്, ഇൻഹേൽ ചെയ്യരുത്. അപ്പൊ ഞാനത് ഇവിടെ ഇട്ടിട്ട് ഞാനങ്ങ് പോയി വേറെ എങ്ങോട്ടെങ്കിലും പോയിരിക്കും. എന്റെ പണിയെല്ലാം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. പിള്ളേരൊന്നും എടുക്കുന്നിടത്തൊന്നും വെക്കരുത്. ശക്തിയിൽ നല്ലതുപോലെ ഇനി വെള്ളം പോകും. നാളെ ഒന്നും ഇനി ബ്ലോക്ക് ഉണ്ടാവുകയില്ല. ഇത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. നല്ല രീതിയിൽ വെള്ളം പോകും, ഒട്ടും ബ്ലോക്ക് കാണത്തില്ല. അകത്ത് ആ ഒരു പൈപ്പിനകത്ത് ഫുഡ് വേസ്റ്റും എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നല്ലതുപോലെ അങ്ങ് അലിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പൊ ഈ അരമണിക്കൂർ കൊണ്ട് തന്നെ. കണ്ട, ഞാൻ ഒന്നുകൂടെ ആ പ്രൊഡക്റ്റ് കാണിക്കാം. ഹാർപ്പിക്കിന്റെ ഡ്രെയിൻ എക്സ്പേർട്ട് പൗഡറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതില് തന്നെ എഴുതിയിട്ടുണ്ട് അതിന്റെ ഡയറക്ഷൻസ്, യൂസ് ചെയ്യാനുള്ള ഡയറക്ഷൻസും അതിന്റെ വാർണിങ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ടും കൂടെ ചെയ്യണം നിങ്ങൾ. എന്താന്ന് വെച്ചാല് വാങ്ങിയിട്ട് എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എഫക്റ്റീവ് ആണ് ഇങ്ങനെ സിങ്ക് ബ്ലോക്ക് ആയിട്ടുള്ളവർക്ക്.